നമ്മുടെ വീടിനകം തൂത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ചൂലുണ്ടാക്കാൻ പോവാണ്. ചൂലെന്ന് പറയുമ്പോൾ അത് ചകിരി കൊണ്ടുള്ള ചൂലാണ്. ചകിരി നമ്മുടെ വീട്ടിലെ തൊണ്ട്, തേങ്ങ പൊതിക്കുന്ന തൊണ്ട് കൊണ്ട് തൊണ്ട് ഒരേപോലെയായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിലുകൊണ്ട് ചതച്ച് ഇങ്ങനെ അതിനെ നന്നായിട്ട് ചതക്കുക ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ തന്നെ കൂടുതൽ ചതച്ച് വെച്ച് ഇങ്ങനെ ചകിരിയാക്കി പ്രത്യേകം ചകിരി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചകിരി അപ്പോൾ ഇങ്ങനെ ചരിത്തിട്ട് നമ്മളിങ്ങനെ കീറുന്നു. ഇങ്ങനെ ചകിരി ഇങ്ങനെ കീറി ഇങ്ങനെ മാറ്റി ചകിരിയാക്കുക. അതിൻ്റെ പോള കീറി കളയുന്നു. അപ്പോൾ വൃത്തിയായ ചകിരി കിട്ടി. ഇങ്ങനെ ചകിരി കിട്ടി. ആ ചകിരി ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. വീണ്ടും അതുപോലെ ഇങ്ങനെ ചകിരി എടുക്കുന്നു. എടുത്തിട്ട് ഇപ്പം ചകിരിയാകുന്നു. ഇപ്പം ചകിരിയായി, വൃത്തിയായ ചകിരിയായി. ഈ ചകിരി ഇത് തേങ്ങാക്കുലയുടെ തണ്ടാണ്. ഇത് നമ്മൾ നേരത്തെ പിളർന്ന് വെച്ച് ഈ വടി ഇതിൻ്റെ രണ്ടായിട്ട് പിളർന്ന ഭാഗത്തിന് ഇടയ്ക്കൂടി നമ്മൾ ഈ ചതച്ച ചകിരി, തൊണ്ടിൻ്റെ ചകിരി ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് പകുത്ത് മാറ്റിക്കൊണ്ട് മധ്യ ഇങ്ങനെ കയറ്റി വയ്ക്കുന്നു. ഇതിൻ്റെ അടിക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ആവശ്യത്തിന് വയ്ക്കുന്നു ചകിരി. ഇത് നിറയ്ക്കണം. അപ്പം ചൂലിൻ്റെ നീളം അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് ആയി. വേണം ഇപ്പുറത്ത് കുറച്ചുകൂടി ഇവിടെ നിന്ന് എടുക്കാൻ, നമുക്ക് നിറച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി വലിപ്പത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എടുക്കുന്നു കണക്കിന്. അപ്പം ഒരു ചൂലിൻ്റെ ആയി. എന്നിട്ട് ഇത് നമ്മളിത് കെട്ടുന്നു. ഇങ്ങനെ വെച്ച് നമ്മൾ കെട്ടുന്നു. ഈ കയർ ഉപയോഗിച്ച് നമ്മളിത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുറ്റി കെട്ടുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടുന്നു. ഇങ്ങനെ ഭംഗിയായി ഉറപ്പിച്ച് ഇത് രണ്ടും അടുപ്പിച്ച് വെച്ച് നമ്മൾ ഭംഗിയായി ഇങ്ങനെ കെട്ടുന്നു. കെട്ടുമ്പോൾ ഇത് ചകിരി പോകരുത്. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ നമ്മൾ മറുവശത്തൂടി ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റി കെട്ടുന്നു. ഇങ്ങനെ ചുറ്റി പുറത്തൂടി കെട്ടി എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റി ഇങ്ങനെ കെട്ടുകയാണ്. കെട്ടി ഭംഗിയായിട്ട് നമ്മൾ കെട്ടി. ഇപ്പം ചൂലായി. രണ്ട് വശവും കൂടി തൂക്കാവുന്ന ചൂലായി. ഇപ്പം ചൂലായി. ഈ ചൂല് നമുക്ക് തൂക്കാവുന്ന രീതിയിൽ വേറെ നീളം കൂട്ടണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി വലിയ വടി എടുത്താൽ ഇവിടം വരെ ആക്കാം. ഇപ്പം നമ്മുടെ വീട് തൂക്കാനുള്ള ആവശ്യത്തിനുണ്ട്. ഇതിപ്പോൾ ഈ സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ചാത്തി കൊണ്ട് നമ്മളിങ്ങനെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഒന്ന് അരിഞ്ഞ് കാണിക്കുക. ഇപ്പം അരിഞ്ഞ് റെഡിയാക്കുക. ഇങ്ങനെ മുറിച്ചാൽ ഇങ്ങനെ സൈഡ് നമുക്ക് നിരപ്പിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തിക്ക് വേണ്ടി ചൂലിൻ്റെ പരിഞ്ഞു. ഇപ്പം നല്ല ചൂലായി. നമ്മളിതിങ്ങനെ തൂക്കുന്നു. ഇതിൻ്റെ ചൂലിൻ്റെ പേരാണ് തുടപ്പാച്ചൂൽ എന്നാണ് നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ ചൂലുണ്ടാക്കി ഇത് നമ്മൾ തൂക്കുന്നു. വൃത്തിയായിട്ട് ഈ അഴുക്കൊക്കെ തൂത്ത് മാറ്റുകയാണ്. നോക്കിയാട്ടെ, ഒരഴുക്ക് പോലും തറയിലില്ല. ഇങ്ങനെ തൂത്ത് നമ്മുടെ വീടിൻ്റെ എല്ലാ ചുവരുകളും ഇങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഇങ്ങനെ തൂക്കുമ്പോൾ ഇങ്ങനെ ചരിച്ചത് ഇങ്ങനെ തൂക്കാം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തൂക്കാം. പിന്നെ ഭിത്തിയിൽ അഴുക്കുണ്ടെങ്കിൽ ഇതിങ്ങനെ അതും തൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂക്കാം. നമുക്ക് വൃത്തിയായിട്ട് തൂത്ത് വരികയാണ്. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ട എല്ലാം വൃത്തിയായിട്ട് നമ്മൾ തൂത്ത് അരിയെടുക്കുകയാണ്. രണ്ട് വശം കൊണ്ട് തൂക്കാം.